അടങ്ങി കിടക്ക്. കുറെ കിടന്ന് തുള്ളിയതല്ലേ. വിവേകേട്ടൻ മര്യാദയ്ക്ക് എടുക്ക്, ഇല്ലെങ്കിൽ വായ കൂടി ഞാൻ മൂടി കെട്ടും. പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടി വരുവേ. അതെ, ലേഹ്യമെല്ലാം കഴിക്കുന്നോ വിവേ? ചോറിനോ? റമ്മില് കലക്കി സ്ഥിരം ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ വേണ്ട. ഇന്നിപ്പോ കസത്തൊന്നും നടക്കില്ലല്ലോ. അപ്പൊ പിന്നെ സ്ലീപ്പിംഗ് പിൽസ് തന്നെയാ നല്ലത്. നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. അപ്പൊ പേടിയുണ്ടല്ലേ? എന്നാ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം വളരെ സിമ്പിളാ. തന്റെ എല്ലാവിധ വിളച്ചിലുകളും ഇതോടെ നിർത്തണം. നിങ്ങൾ പറയണ അതേപോലെ ചെയ്യാം. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല വിവേകാനന്ദ. നാളെ ലൈവില് പബ്ലിക്കിനോട് പറയണം. ഇവർക്ക് പരാതി ഇല്ലാത്തടത്തോളം ഞാൻ ഇവിടെ തന്നെ കാണും. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന വരെ. നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കിയ വിശ്വാസ് ഇവിടെ പറഞ്ഞുവിടാൻ. മര്യാദക്ക് സ്ലീപ്പിംഗ് പിൽസും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. വേണ്ട, എന്റെ മുഖത്ത് തുപ്പിനെ തിരിച്ച് തരാൻ അറിയണ്ടല്ല, ഈ പാവങ്ങളെ ഓർത്തിട്ടാ. സാറേ, വിവേട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ ഇന്നലെ രാത്രി സാറുമാർക്ക് ഇവിടെ എന്നതായിരുന്നു പണി? മേടിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പണിയുണ്ടാക്കല്ലേ കേട്ടോ. മാഡം നിന്നേ. കടിഞ്ചായ. അല്ലോ അച്ഛേ, ഇപ്പൊ അകത്ത് എന്തുവാ നടക്കുന്നേ? അയാള് ജീവനോട് തന്നെ ഉണ്ടോ? ചേച്ചി അതൊന്നും വേണ്ട, നീ പൊക്കെ. മാഡം, ഈ കഥ കാര്യം ചോട്ടി പൊളിക്കാൻ നോക്കണം. ഓ പൂട്ടിപ്പം. പിന്നെ മറ്റേ കൊച്ചിനോട് സയനൈഡിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഹമീദ് സാറിനെ പേടിപ്പിക്കരുതെന്ന് പറയണം. പുള്ളിക്കാരന് 2 അറ്റാക്ക് കഴിഞ്ഞതാ. അതോടെ തലയിലാവേ ചേച്ചി. ഇന്നാ സാറേ ചായ. മെഡിസിൻ ഉണ്ടാക്കിയതാ. ആ പെക്കൊച്ചുകൊണ്ട് തന്നു. എന്നായി കാര്യങ്ങള്? പോലീസും പട്ടാളൊക്കെ ഉണ്ടല്ലോ. പട്ടാളം ഇല്ല. ഇയാളാരാ? വേണ്ടപ്പെട്ട ആളാ സാറേ, വിവേകേട്ടന്റെ അച്ഛന്റെ അർത്ഥ. അങ്ങോട്ട് മാറി. മോട എന്നോട് വേണ്ട സാറേ, എന്നാണ്? ഞാൻ മാറിയുന്നുള്ളൂ. എന്താ സാറേ, രാവിലെ മുഷ്കൊന്നും ഇല്ലേ? സ്ലീപ്പിംഗ് പിൽസിന്റെ എഫക്ട് പോയിട്ടുണ്ടാവില്ല, അതാ. പാൻറ് എണീക്കും. അത് വേണ്ട, ഞങ്ങള് ചെയ്യും. പൊന്നുമോൻ അനുസരിച്ചേച്ചാ മതി. മര്യാദക്കാണെങ്കിൽ കെട്ടിയിടലും പ്ലാസ്റ്റോട്ടിക്കലൊക്കെ ഒഴിവാക്കാം കേട്ടല്ലോ. കാല് നേരെ വെക്കും. കൈ കാണിക്കും. ഇട അങ്ങോട്ട്. പെർഫ്യൂം വേണോ? സ്ഥിരം ഐറ്റം. സാറ് വന്നേ? ഞാൻ സാറിനെ നോക്കി നിക്കണാണ്. ജോണിച്ചായ പണിക്കൊന്നും പോയില്ലേ? എവിടുന്ന്? 2 ദിവസത്തായിട്ട് ബോട്ടുകാർ സമരത്തിലാണ്. അല്ലേ തന്നെ എന്നെ അവന്മാർ അടുപ്പിക്കൂല. ഞാൻ കണ്ടെന്ന് പറയും. അവന്മാർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പിടിക്കണേ? വേണ്ട. നടക്ക. ലില്ലി ഉണ്ടാകത്ത് അമ്മയുടെ ഡൈപ്പർ മാറ്റണാണ്. ബീറുണ്ടോ? കർത്താവേ, സാർ അടി തുടങ്ങിയ. ഞാനാണ് പച്ചക്ക് നിൽക്കണാണ്. ഏതൊരു മരുന്നിനുള്ള? ഇതെല്ലാം മരുന്നാണ്. സാറിനറിയാൻ പാടില്ലാട്ടാണ്. ഗ്ലാസ് റെഡി. നമുക്ക് അയച്ചിട്ട് തുടങ്ങാന്നേ സാറേ. അങ്ങനല്ല ഞാൻ അത് ശരിയാകത്തില്ലെന്ന്. സാറ് വന്നായിരുന്നാ? എന്താണ് ഒരു പരിങ്ങല്? സാറേ, ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഡൈപ്പർ മാറ്റലും ക്ലീൻ ആക്കലൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല കേട്ടാ. അതൊക്കെ ഡയാന വരുമ്പോ ചെയ്തോളൂ. എന്നും വെച്ച് കാണുമ്പോ നമുക്ക് കണ്ടില്ലാന്നും വെച്ച് പോരാൻ പറ്റുവാ? അപ്പൊ സാറേ, ഞാനങ്ങ് പോണേണേ. മമ്മയ്ക്കുള്ള കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിനും ഡയാന കൊച്ചിനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സാറിന് പിടിക്കൂലല്ലോ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ലില്ലി ചെല്ല്. ശരി. അതെ, വേഗം വീട്ടിലേക്ക് പോന്നേക്ക്. അവിടെ ഇവിടെ തിണ്ടി തിരിഞ്ഞേച്ചു വെച്ച് പാതിരയ്ക്ക് 4 കാല കയറി വന്നാലുണ്ടല്ലോ, ചാവിട്ടിക്കുട്ടി വല്ല മൂലിക്കട് ഞാൻ പറഞ്ഞേക്കാം.
വെറുതെയാണ് അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ ജോൺസേ? എന്നായിക്കോട്ടെ, ഞാൻ അമ്മയെ കണ്ടേച്ച് വരാം. സാർ ഞാൻ ടച്ചിങ് വേണം പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മുടെ ഉദ്ഘാടനം നമുക്ക് പൊളിയാക്കണ്ടേ? എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. ഇങ്ങനെ നിക്കണ്. എന്നായാലും ഡേന വരാൻ ലേറ്റ് ആവും. രാത്രി ഫുഡ് ഉണ്ടാക്കണം. പോകുന്നില്ലെങ്കിൽ വെറുതെ നിൽക്കണ്ട, ആ ചിക്കനൊക്കെ കഴുകി നുറുക്കി മസാല പെരട്ടി വേ. വേണ്ട, പെണ്ണുമ്പിള്ള പറഞ്ഞ പോലെ ചെയ്വേ. വെറുതെ കൊതിപ്പിക്കാൻ. അമ്മ ഇപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്നലത്തെ പ്രയാസമില്ല. ഇന്നലെ ശരിക്കും പേടിച്ചായിരുന്നല്ലേ? രാത്രി മുഴുവൻ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടെന്ന് ഡയാനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. പാവം, അവളും ഇന്നലെ ഉറങ്ങിയില്ല. ഇനി എപ്പോഴാ ഗംഗാധരൻ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്? ഡേറ്റ് ഡയനയ്ക്ക് അറിയുള്ളൂ. ഫുഡ് കഴിക്കണ്ടേ? എന്നതാ വേണ്ടേ? ലില്ലി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ തള്ള ഉണ്ടാക്കി വായ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നേ. ഒരു അരമണിക്കൂർ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതുവരെ അമ്മ പാട്ട് കേട്ട് കിടക്കും. ഇന്നൊരു ബ്രോക്കർ വന്നായിരുന്നു. 1.5 കോടി രൂപയൊക്കെ തരാൻ പാർട്ടി റെഡിയാണ്. 4-5 സെന്റല്ലേ ഉള്ളു. അവർ പഴയ കെട്ടിടവും അവരിത് ഇടിച്ചു പൊളിച്ച് കളയും. സാറാടെ എനെക്കുറിച്ചോട് സംസാരിക്കേ. അവള് സമ്മതിച്ചാലും അമ്മ സമ്മതിക്കത്തില്ലെന്നേ. അമ്മയുടെ പേരിലല്ലേ പ്രോപ്പർട്ടി. അത് നേരാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ബാക്കി നിൽക്കണത്. ഇല്ലെങ്കിൽ മരിക്കണതിന് മുമ്പ് ഡയനയുടെ പപ്പ ഇതും വിറ്റ് തൊലച്ചാനെ. മുങ്ങിത്താണ്ട ബോട്ടിൽപ്പെട്ട പോലാണ് മമ്മേമോള് ഇപ്പൊ. ഇത് വിൽക്കല്ലാണ്ട് അങ്ങേര് വരുത്തി വെച്ച കടം വിട്ടാൻ വേറെന്താണ് വഴി? ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചോണി ചായ തന്നെ സംസാരിക്കും. ഞാൻ സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടാളും മമ്മയും കുട്ടി ഒരു വാടക വീട്ടിലോട്ട് മാറി. ഈ കച്ചവടം നടന്ന എന്റെ കുറച്ച് ബാധകളൊക്കെ തീർന്നു കിട്ടുമായിരുന്നു. ഓ, അപ്പൊ അതാണ്. അല്ലാതെ മമ്മയോടുള്ള സിമ്പതി അല്ല. സ്വന്തം കാര്യം. അത് പച്ചക്ക് എന്നിട്ട് എന്താണ് ഇടങ്ങേറി. സാറാ ഫ്രിഡ്ജും തുറന്നു 2 പെഗ് മതി. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? ഇല്ലെങ്കിൽ ചെട്ടിയിലെ വാറിൽ പഠിക്കാൻ സാറിന് കാശ് ശീലായി. അവിടെ ആയിക്കോട്ടെ. സാറിന് വിളിക്കട്ടെ? വേണ്ട, തുടങ്ങാന്നേ. വേണ്ടാന്നേ. അതുങ്ങ ഇതെന്താണ് സാറേ? എന്നാ ഒന്ന് പരിച്ചു തോന്നോ? ഇതും അടിച്ചേച്ച് ലില്ലിക്കുട്ടീനെ അടിച്ചു തന്നാ സംഗതി അത്. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ആ ഐഷു, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെത്തിയോ? ആണോ? ആഹാ, എന്തേലും കഴിച്ചോ? ഇല്ല മോളെ. ഇത് കഴിച്ചോ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ ദുബായിക്ക്? ഇല്ലെന്നേ, ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു. ഒന്നുമില്ല, ആ ജോലി മടുത്തു. തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാ. ഐഷൂസ് വ്ലോഗ് നീ കാണാറുണ്ടാവൂല്ലേ? എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ. അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു. ആവശ്യത്തിന് കാശ് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട്. അത് നന്നായി. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാലോ. തീർച്ചയായും. നിന്റെ വിശേഷങ്ങൾ പറ. കുറേ ഉണ്ട്, അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ വിളിക്കാം നിന്നെ. ഗുഡ് നൈറ്റ്. ലേറ്റ് ആയോ? പിന്നല്ലാതെ എന്നാത്തിനാ നക്കാപ്പിച്ച കാശ് നീ പണിക്ക് പോകുന്നത്? വീട്ടിലിരുന്ന പോലെ. ഇത്തരം വർത്താനം വേണ്ട വിവേകെ, ഞാൻ എപ്പോഴും പറയാറുള്ളല്ലേ. ഓ വിട്ടു. ഞാൻ ഫുഡ് കൊടുത്തേച്ചും അമ്മ കഴിച്ചില്ല. നീ വരട്ടെന്ന്.